വെൽക്കം ബാക്ക് ടു അനോറ ഇൻസൈറ്റ്സ്. എന്നെ കാണാൻ വന്ന ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരു സബ്ജക്റ്റാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വാക്കിംഗ് ഓൺ എഗ്ഷെൽസ്. അതായത് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പം. അങ്ങനെ ആ ആളുടെ ബന്ധത്തിലുള്ള ചില പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് ആൾ വന്നത്. ആൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ പല പ്രാവശ്യം മനസ്സിലിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അത് പറഞ്ഞു നോക്കി എഡിറ്റ് ചെയ്തിട്ടൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിപ്പം എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്താണെങ്കിലും എൻ്റെ പേരൻസിൻ്റെ അടുത്താണെങ്കിലും മക്കളുടെ അടുത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇത് എന്തുകൊണ്ടാണ്? എനിക്ക് വല്ലാത്ത ടെൻഷനാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. ഇത് നമുക്ക് നോക്കാം. വാക്കിംഗ് ഓൺ എഗ്ഷെൽസ് എന്നുള്ള ആ ടേം പറയുന്നത് പോലെ നമുക്കറിയാം, നമ്മൾ എഗ്സ് അല്ലെങ്കിൽ മുട്ടകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര അലേർട്ടായിരിക്കണം, അല്ലേ? നമ്മളത് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ആ മുട്ട എടുക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ നമ്മളോട് പറയും മുട്ടയാണ്, സൂക്ഷിക്കണം, പൊട്ടരുത്. അതേപോലെ ആ ഒരു സിനോണിമാണ് ഇവിടെയും പറയുന്നത്. വളരെ കെയർഫുള്ളായിട്ട് ചില ബന്ധങ്ങളിൽ നമുക്ക് പെരുമാറേണ്ടി വരുന്നു. നിങ്ങൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. നമ്മൾ ഇതിൻ്റെ സിംറ്റംസ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. വാക്കിംഗ് ഓൺ എഗ്ഷെൽസിൽ നടക്കുന്ന ഒരാൾ നേരത്തെ പറഞ്ഞതുപോലെ പല പ്രാവശ്യം മനസ്സിൽ പറഞ്ഞു നോക്കിയിട്ടാണ് ഒരു കാര്യം പറയുന്നത്. കാരണം അവർക്ക് പേടിയാണ്. കാരണം എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ എൻ്റെ ഓപ്പോസിറ്റുള്ള മറ്റേ ആളെ ട്രിഗർ ചെയ്യുമോ, അതോടെ എൻ്റെ ബന്ധത്തിന് പ്രശ്നം വരുമോ എന്നൊക്കെയുള്ള, എൻ്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു വിഷമവും ആങ്സൈറ്റി, ടെൻഷൻ ഇതൊക്കെയായിരിക്കും ഇയാൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറിൽ നമ്മുടേതായ ഒരു സെൽഫിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വല്ലാത്ത ടെൻഷനും സ്ട്രെസ്സും, ഒരു ജീവിതത്തിനോടൊരു നിരാശ, മറ്റേ ആൾക്കാരോടൊക്കെ ഒരു ഇൻറ്റിമസി ബിൽഡ് ചെയ്യാൻ പറ്റാതിരിക്കുക, ആകെപ്പാടെ ജീവിതം ഒരു നിരാശയിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, എനിക്കിങ്ങനെ ജീവിച്ചിട്ട് വല്ലാത്ത വിഷമം തോന്നുന്നു, എൻ്റെ ഭാവിയെപ്പറ്റി ആലോചിച്ചിട്ട് എനിക്കെപ്പോഴും ഇങ്ങനെ തന്നെ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളതാണ് ആളെന്നോട് ചോദിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ കേട്ടിട്ടുണ്ട് നാർസിസ്റ്റിക് അബ്യൂസ്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിൻ്റെ കൂടെ അല്ലെ ഒരു പേരൻറ്റിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു അബ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. വാക്കിംഗ് ഓൺ എഗ്ഷെൽസ്. കാരണം അവർ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവിക്കാറുണ്ട്. പിന്നെ ഉള്ളത് മറ്റു പേഴ്സണാലിറ്റി ഡെഫിസിറ്റ്സ് ആണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡെഫിസിറ്റ് ഒക്കെ പോലെയുള്ള ആൾക്കാർ, അവരുടെ ഇമോഷണൽ ബാൻഡ്വിഡ്ത്ത് ചെറുതായിരിക്കും. അവർക്ക് ഒരിക്കലും അവനവൻ്റെ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന മറ്റേ ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക, ഞാൻ നന്നായി പെരുമാറണമെങ്കിൽ നിങ്ങളാണ് നന്നായി പെരുമാറേണ്ടത് എന്നുള്ള രീതിയിൽ അതൊന്ന് കണ്ടീഷൻ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ മറ്റേ ആൾ അതേ രീതിയിലുള്ള ഒരു ബിഹേവിയർ പാറ്റേണിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ഒരു കാര്യം. പിന്നുള്ളത്, നേരത്തെയൊക്കെ വീഡിയോയിൽ പറയുന്നത് പോലെ ചൈൽഡ്ഹുഡ് ട്രോമ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഇതിനു മുന്നേ ഉള്ള ലൈഫിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ ആൾ സംസാരിക്കുമ്പം അവരുടെ ട്രോമയായിരിക്കും ട്രിഗർ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമായിരിക്കും ആളുടെ അടുത്ത് നിന്നുണ്ടാവുന്നത്. അപ്പോൾ മറ്റേ സൈഡിലുള്ള പാർട്ട്ണർ മനസ്സിൽ തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഈ ഒരു ട്രിഗർ കൊടുക്കാതിരിക്കുക, ഞാൻ ഓപ്പണപ്പ് ചെയ്യാതിരിക്കുക, ഞാൻ എൻ്റെ ഒരു ഓതൻറ്റിക് സെൽഫിനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ സമാധാനമായിട്ട് പോകാം എന്നുള്ള രീതിയിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് വരാം. പിന്നീടുള്ളത്, ഈ ആൾ ഒരു പഠിച്ചെടുത്ത ലേൺഡായിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും. വീട്ടിൽ ആരെങ്കിലും മുതിർന്ന ആൾക്കാർ ഇതേ രീതിയിലുള്ള ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മളെല്ലാവരും അതേ രീതിയിലുള്ള ഒരു ബിഹേവിയർ സ്വായത്തമാക്കുകയും നമ്മളുടെ ഒരു അഡൽട്ട്ഹുഡിലും ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സിലും നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ഏറ്റവും നല്ല ഒരു പെരുമാറ്റ രീതി എന്നാണ് വെച്ചിട്ട് അതേ രീതി പെരുമാറുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ആവുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഒരു ബന്ധത്തെ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഹെൽത്തി ആയിട്ട് ചെയ്താൽ അത് ഓക്കെയാണ്. എങ്ങനെയാണ് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതെന്നുള്ളതാണ്. ഹെൽത്തി ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടെൻഷൻ, സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. അൺഹെൽത്തി ആവുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തന്നെ സ്ട്രെസ്ഡ് ആവുക,
വല്ലാത്ത ആങ്സൈറ്റി, ഒരു ഡിപ്രഷനിലേക്ക് പോവുക, ഒരു പ്രതീക്ഷയില്ല, ജീവിതം മുരടിച്ച് നിൽക്കുന്നത് പോലെ മെക്കാനിക്കലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനായിട്ട് ഇയാൾ അങ്ങനെ ആയിപ്പോകും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിനെന്താണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സൈക്കിളാണ്. നമുക്കറിയാം, ഒരാൾ മറ്റേ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഇയാൾ ഈ പറയുന്ന വാക്കിംഗ് ഓൺ എക്സെൽസ് എന്ന് പറയുന്ന പ്രതിഭാസം ചെയ്യുന്നു. അപ്പോൾ ഈ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ആദ്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് എടുക്കണം. അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു ബൗണ്ടറി, അതായത് അസർട്ടീവായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റേ ആളെ ഹേർട്ട് ചെയ്യാതെ പറയാനായിട്ട് പഠിക്കണം. അങ്ങനെ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈ ഒരു പാറ്റേണിൽ നിന്നും പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.